ഫ്രണ്ട്സ്, നമ്മുടെ ചെന്നൈയിൽ സ്ഥിതി ചെയ്യുന്ന അതായത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസിന് കീഴിലുള്ള ഹെവി വെഹിക്കിൾ ഫാക്ടറിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ ഡിപ്ലോമ, അതായത് ഗ്രാജുവേറ്റിൽ തന്നെ എഞ്ചിനീയറിംഗ് അതുപോലെ നോൺ എഞ്ചിനീയറിംഗ് ഉണ്ട്, 2 കാറ്റഗറി ഉണ്ട്. അപ്രന്റീഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റൈപ്പൻഡ് എമൗണ്ട് ഒക്കെ ഉണ്ട്. ഇനി അത് മാത്രമല്ല, ഈ HVF നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്താൽ HVF തന്നെ വിവിധ വേക്കൻസികൾ കോൺട്രാക്ട് ബേസിലും അതുപോലെ തന്നെ പെർമനൻറ്റ് വേക്കൻസിയിലൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിൽ അപ്രന്റീഷിപ്പ് ചെയ്തവർക്ക് അതിൻ്റെതായുള്ള ബെനിഫിറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരത്തിലുള്ള ജോബ് അപ്ഡേഷൻ കാര്യങ്ങൾ ഡെയിലി നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യത്തിനെ കുറിച്ചിട്ടും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈനായിട്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ എക്സാം എഴുതുന്ന സ്കീമുണ്ട്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ പ്രോസ്പെക്ട്സുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഞാൻ ഐ ബട്ടണിലൂടെ തരാം. അതോടൊപ്പം നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാം. പിന്നെ റീസെൻ്റായി ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറി കാണാം. പിന്നെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം വീഡിയോസും നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റും. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളും മെമ്പേഴ്സ് ഓൺലി ചെയ്ത വീഡിയോസും കാണാം. പിന്നെ അതിൻ്റെ മറ്റ് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിൽ നമുക്ക് എത്ര വേക്കൻസി ഉണ്ട് നോക്കാം. പിന്നെ ഇതിൽ കേരളത്തിലുള്ളവർക്കും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, അതുപോലെ തെലുങ്കാന, പോണ്ടിച്ചേരി ഈ പറയുന്ന ഏരിയയിലുള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കേരളത്തിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് സദേൺ റീജിയനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാടൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പുതുച്ചേരിയൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന കാറ്റഗറി 1 നമുക്ക് നോക്കാം. ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ്. ഇതിൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോ BA or BTech ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 30 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിലും 10 വേക്കൻസി, ദെൻ ഇലക്ട്രോണിക് ECE നിങ്ങൾക്ക് 10 വേക്കൻസി, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ IT 20 വേക്കൻസി, സിവിലിൽ 15, ഓട്ടോമൊബൈൽ 15, പിന്നെ പ്രൊഡക്ഷൻ, മെറ്റലർജി, ടൂൾ എഞ്ചിനീയർ, അതുപോലെ ഇൻഡസ്ട്രിയൽ, അതുപോലെ CAD/CAM, അതുപോലെ തന്നെ നിങ്ങൾക്ക് മെക്കട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ, കുറേ കാറ്റഗറി ഉണ്ട് അതിൽ. ഓക്കെ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അതിൻ്റെ അലൈഡ് ബ്രാഞ്ചസ് അതിലൊരു 50 വേക്കൻസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 150 വേക്കൻസിയാണ് ടോട്ടൽ. ഇതിലേക്ക് നിങ്ങൾക്ക് BA or BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മന്ത്ലി സ്റ്റൈപ്പൻഡ് 18,000 ആയിരിക്കും. 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കാം. പിന്നെ കാറ്റഗറി 2 ആണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുന്ന വേക്കൻസിയാണ്. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ നിങ്ങൾക്ക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് മെക്കാനിക്കൽ അതുപോലെ അതേപോലെയുള്ള വിവിധ ഡിസിപ്ലിനിലൂടെ കാണാം. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ ECE, അതുപോലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ, അതുപോലെ ഓട്ടോമൊബൈൽ ഈ പറയുന്ന ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. വേക്കൻസികൾ ഇവിടെ ഉണ്ട്. 50 വേക്കൻസി ടോട്ടൽ. 16,200 സ്റ്റൈപ്പൻഡ്. 1 ഇയർ ആയിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഇതിൻ്റെ അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് കാറ്റഗറി 3 ആണ്. ഇതിലേക്ക് നോൺ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. അതായത് BA, BSc, BCom, BBA, BCA തുടങ്ങിയിട്ടുള്ള ആർട്സ് ഓർ സയൻസിലുള്ള ഡിഗ്രിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റിലുള്ള ഡിഗ്രിയോ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ BCom-ലാണെങ്കിൽ BCom കഴിഞ്ഞവർക്ക് 100 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. BCA കഴിഞ്ഞവർക്ക് കമ്പ്യൂട്ടർ റിലേറ്റഡ് കോഴ്സ് കഴിഞ്ഞവർക്ക് ഡിഗ്രി കഴിഞ്ഞവർക്ക് 75 വേക്കൻസി. പിന്നെ അതർ ഡിഗ്രി, അതായത് ഈ പറയുന്ന BA, BSc, BBA, BBMO തുടങ്ങിയിട്ടുള്ള അതേപോലെയുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആകാൻ പാടില്ല എന്നുള്ളതാണ്. 75 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 250 വേക്കൻസി ഈ പറയുന്ന നോൺ എഞ്ചിനീയറിംഗ് കാറ്റഗറി സിയിൽ മാത്രമായിട്ടുണ്ട്. 18,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. 1 ഇയർ ആയിരിക്കും ഇതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വാക്കൻസി ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി A ആണെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. BA or BTech ഉള്ളവർക്ക് 150 വേക്കൻസിലേക്ക് ഈ പറയുന്ന ഡിസിപ്ലിനിൽ 150 വേക്കൻസിലേക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി 2 ആണെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി കാറ്റഗറി 3 ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BA, BSc, BCom അല്ലെങ്കിൽ BBA, BCA തുടങ്ങിയിട്ടുള്ള അതേപോലെയുള്ള ക്വാളിഫിക്കേഷൻ ഏതെങ്കിലുമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആകരുത്, നോൺ എഞ്ചിനീയറിംഗ് ആയുള്ള ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പഠിച്ചവർക്കൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇതിലേക്ക് റെഗുലറായിട്ട് പഠിച്ചിരിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാടുണ്ട്. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിരിക്കേണ്ട ഡ്യൂറേഷൻ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ കോഴ്സ് കഴിഞ്ഞിരിക്കേണ്ട ഡ്യൂറേഷൻ ഉണ്ട്. ഒന്ന് ഡിലീറ്റ് ആക്കട്ടെ. ഇവിടെ കാണാം നിങ്ങൾക്ക് പാസിംഗ് ഡ്യൂറിങ് 2022, 23, 24, 25 ഈ പറഞ്ഞിരിക്കുന്ന ഇയറിൽ എവിടെയെങ്കിലൊക്കെ നിങ്ങൾ പാസ് ഔട്ട് ചെയ്തവരായിരിക്കണം.
അതായത് നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കേണ്ടത് 2022 23 24 25 ഇതിൽ ഏത് ഇയർ ആണെങ്കിലും കുഴപ്പമില്ല. 2021 പാസ് ഔട്ട് ആയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2020 പാസ് ഔട്ട് ആയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, 2019 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ടൊന്നും പറ്റില്ല. ഈ പറയുന്ന 4 വർഷങ്ങളിൽ ഏതെങ്കിലും ഇയറിൽ നിങ്ങളുടെ ഡിഗ്രിയോ ഡിപ്ലോമയോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനോ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്റ്റേറ്റിലുള്ളവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളമുണ്ട്, കേരളത്തിലുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, തമിഴ്നാടോ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്തത് ഏജ് ലിമിറ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അപ്രന്റീഷിപ്പ് റൂൾ പ്രകാരമാണ്. അതായത് ഇതിലിപ്പോൾ ഏജ് നോക്കുന്നതിലും ബെറ്റർ നിങ്ങൾ പാസ് ഔട്ട് ആ ഇയർ നോക്കിയത് 2022 23 24 25 ഈ പറയുന്ന വർഷങ്ങളിൽ നിങ്ങൾ പാസ് ഔട്ട് ആരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേക്കൻസി റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. SC ST OBC ഇങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ OBC ഒക്കെ ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ കയ്യിൽ വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ അതൊക്കെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെ സമയത്തേക്ക് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. SC ST ആണെങ്കിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് 1 വർഷം അതിൽ കൂടുതലോ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതുപോലെ നിലവിൽ നിങ്ങൾ അപ്രന്റീഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല. അതായത് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു തവണയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ ഈ ഒരു അപ്രന്റീഷിപ്പിൻ്റെ തന്നെ ഒരു പ്രധാനമായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചിറങ്ങിയ സമയത്ത് തന്നെ കുറച്ച് പ്രാക്ടിക്കൽ നോളജ് അതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ വീണ്ടും അത് തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് നടക്കണം എന്നുള്ളതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കുറച്ച് കണ്ടീഷൻ അതിലുണ്ട്. അപ്പോൾ ഇതിലിവിടെ സെലക്ഷൻ പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളോ ഇൻ്റർവ്യൂ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിഗ്രിയിലോ അല്ലെങ്കിൽ ഡിപ്ലോമയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന BA BCom BSc എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, അതിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഉള്ളവർക്ക് ഇതിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ്. കാരണം പെർസെൻറ്റേജ് മാർക്ക് അടിസ്ഥാനത്തിലാണ് ഇതിലേക്കുള്ള സെലക്ഷൻ. അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഇൻ്റർവ്യൂ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ നിങ്ങളിതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങളെ മെയിൽ ID വഴി നിങ്ങളെ കോൺടാക്ട് ചെയ്യും. മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത് ഹെവി വെഹിക്കിൾ ഫാക്ടറി അവിടെ ചെന്നൈയിലാണ് നിങ്ങൾ പോകേണ്ടി വരിക കേട്ടോ. അപ്പോൾ ആ സമയത്ത് പോയാൽ മതി. പിന്നെ അപേക്ഷ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ NATS വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് March 16 മുതൽ നിങ്ങൾക്ക് April 20 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് 30 April ആയിരിക്കും. പിന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടക്കുന്നത് ഏകദേശം 6-5 മുതൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 8-5. ഓക്കെ. May 6 മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന 8 വരെയൊക്കെ ആയിരിക്കും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അതൊക്കെ നമുക്ക് മെയിൽ ത്രൂ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ മെയിലുണ്ട്, മെയിലിൽ അവർക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ്. എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം HVF എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. ഇവിടെ നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസിൻ്റെ ഇതിലേക്ക് ഫോളോ ചെയ്യുക, അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റും April 20 ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഏറ്റവും താഴേക്ക് വരിക. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോമിലൂടെ ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കാം. ഓക്കെ. ഈ ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കുമ്പോൾ നമ്മൾ NATS 2 ഓപ്പൺ ആകുക. അപ്പോൾ നിങ്ങൾ ഇവിടെ 2 രീതിയിലാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ എടുത്ത് കാണിക്കാം. ഓക്കെ. ഇവിടെ 2 രീതിയിൽ 3 കാറ്റഗറി ആക്കി നമുക്ക് തിരിക്കാം. കാറ്റഗറി A എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ ഈ ഒരു പോർട്ടൽ നിങ്ങൾ കണ്ട MHRD NATS എന്ന് പറഞ്ഞിട്ട് ഇത് പഴയ പോർട്ടലായിരുന്നു. അത് മാറ്റി പുതിയ വെബ്സൈറ്റാണ്. ഇതാണ് പുതിയത്. NATS 2 ആണ് പുതിയത്. ഓക്കെ. ഇപ്പം നമുക്ക് MHRDയുടെ ഇപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് അത് പഴയ അപ്രന്റീഷിപ്പിൻ്റെ പോർട്ടലാണ്. ഇതാണ് അതിൻ്റെ വെബ് അഡ്രസ്സ്. ഇതായിരുന്നു ഇവിടെ കാണാം www.mhrd.nats.government.in എന്നായിരുന്നു. അതിപ്പോൾ മാറ്റിയിട്ട് ഇതായിട്ടുണ്ട്. അതായത് ഈ പറയുന്ന nats.education.government.in ഇതാണ് ഇപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്മുടെ പുതിയ വെബ്സൈറ്റ്. ഇതുവഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പഴയ MHRD NATSൽ നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി അറിയാം, പുതിയ നമ്മുടെ ഈ വെബ്സൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യർന്ന് കൊടുക്കുമ്പോൾ അത് ഓപ്പൺ ആവുമല്ലോ. ഇവിടെ വരിക, എന്നിട്ട് നിങ്ങൾ സ്റ്റുഡൻറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ. ഓൾറെഡി നിങ്ങൾ പഴയ NATSൽ രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ മാത്രം കേട്ടോ. പുതിയത് രജിസ്റ്റർ ചെയ്യുന്നത് ഞങ്ങൾക്ക് പറയാം. എന്നതിന് ശേഷം ഇവിടെ ജനറൽ സ്റ്റുഡൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കണ്ടോ നിങ്ങൾക്ക് ഫോർഗട്ട് പാസ്വേഡ് എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഈ ഫോർഗട്ട് എന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങൾ പഴയ NATSൻ്റെ വെബ്സൈറ്റിൽ കൊടുത്ത മെയിൽ ID ഉണ്ടാവില്ല, ആ മെയിൽ ID ഇവിടെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിലിലേക്ക് എന്ത് ചെയ്യും, അതിൻ്റെ വെരിഫിക്കേഷൻ ലിങ്ക് വരും. നമുക്ക് പാസ്വേഡ് എന്ത് ചെയ്യാം, റിന്യൂ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് പുതിയ പാസ്വേഡ് കൊടുക്കാം. അങ്ങനെ പുതിയ പാസ്വേഡ് കൊടുത്ത് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ ID നിങ്ങളുടെ പുതിയ പാസ്വേഡും കൊടുത്ത് ഇതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്തിട്ട് നിങ്ങളെ പ്രൊഫൈലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓൾറെഡി പഴയ
നാറ്റ്സിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ മാത്രം. എന്നതിന് ശേഷം നിങ്ങൾ ഈ വീണ്ടും സ്റ്റെപ്പ് 2 അത് ലോഗിൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ലോഗിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ID ഒക്കെ ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈഗ്രേഷൻ കംപ്ലീറ്റ് ആയാൽ അതിനുശേഷം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്തിട്ട് മെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെർച്ച് എന്നുള്ള ഭാഗമുണ്ട് അവിടെ ഇത് നമ്മൾ സെർച്ച് ചെയ്യുക, ഹെവി വെഹിക്കിൾ ഫാക്ടറി നമ്മൾ സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്ത് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് വേക്കൻസി കാണിക്കും, ക്ലിക്ക് അപ്ലൈ എന്ന് കൊടുക്കുക, അപ്ലൈ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഇതാണ് കാറ്റഗറി ഗ്രൂപ്പ് A നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഇനി കാറ്റഗറി B എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നാറ്റ്സിൻ്റെ ഇപ്പം പുതിയ വെബ്സൈറ്റിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന നാറ്റ്സ് 2 തന്നെ നിങ്ങൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ജനറൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, സ്റ്റുഡൻറ്റ് ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ സെർച്ചിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ പറയുന്ന വാചകം അടിച്ചു കൊടുക്കുക, ഈ ഒരു ടേം ഓക്കെ ഹെവി വെഹിക്കിൾ ഫാക്ടറി ഇത് അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് ഓൾറെഡി നിങ്ങൾ നമ്മുടെ നാറ്റ്സ് 2 നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈലൊക്കെ 100% നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് 100% ആക്കിയ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി ഇതൊന്നും നമ്മളിതുവരെ നാറ്റ്സിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വെബ്സൈറ്റിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ നാറ്റ്സിൻ്റെ പേജിലേക്ക് വരും. അങ്ങനെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ഭാഗം കാണാം. ഇവിടെ നമ്മൾ ജനറൽ സ്റ്റുഡൻ്റ് ആണ്, അത് ക്ലിക്ക് ചെയ്യാം. എന്നതിന് ശേഷം സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ വേണം. സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. യെസ് എന്ന് കൊടുക്കാം. മെയിൽ ID മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് OTP ഒക്കെ വെച്ച് വെരിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതിൻ്റെ എന്താണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കൺസോളിഡേറ്റ് മാർക്ക് ഷീറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ എത്ര പെർസെൻറ്റേജ് മാർക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമയ്ക്ക് ഉണ്ട്, എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ച് നിങ്ങൾ പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അതിൽ കൊടുക്കണം. ഓക്കെ, അങ്ങനെ കൊടുത്ത് നമ്മൾ എല്ലാം പ്രൊഫൈലൊക്കെ ഓക്കെ ആക്കി അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ നിന്ന് നിങ്ങൾ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നിങ്ങൾ കറക്റ്റ് കൊടുക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് റിജക്റ്റ് ആവട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് ഇതിൽ നിങ്ങൾക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഇതിൽ പല നോട്ടിഫിക്കേഷൻ ഹെവി വെഹിക്കിൾ ഫാക്ടറിയുടെ വരാറുണ്ട്. അതായത് കോൺട്രാക്ട് ബേസിലാണെങ്കിലും പെർമനൻറ്റ് വാക്കൻസിയിലേക്കൊക്കെ ആണെങ്കിലും. അപ്പോൾ ആ സമയങ്ങളിൽ ഹെവി വെഹിക്കിൾ ഫാക്ടറിയിൽ അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ആയിട്ടൊക്കെ ലഭിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന നോട്ടിഫിക്കേഷൻ ഉണ്ടാകാറുണ്ട്. ഇനി അവിടെ അപ്രൻറ്റീഷിപ്പ് ചെയ്തവർക്ക് മാത്രമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. പിന്നെ നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് എന്താണ് എക്സ്പീരിയൻസ് ആയിട്ട് മറ്റു സെക്ടറിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.